സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ലൈക്ക് പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു 3 ക്വസ്റ്റ്യൻസും പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. സോ യെസ്, നമുക്കപ്പം പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ റീസെന്റ് റിസർച്ച്, എയർ ടർബുലൻസ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ വേരിയസ് റീജിയൻസ് അറൌണ്ട് ദ വേൾഡ്. ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു വിട്ടാൽ മതി, കാരണം ഇവര് ചുമ്മാ കുറെ ഇങ്ങനെ അറിയാലോ, നമുക്ക് സമയം കളയാൻ വേണ്ടി മീൻസ് കുറെ സാധനങ്ങൾ വിടുന്നതാണ്. ഓക്കെ, ദ എയറോപ്ലെയിൻ ഒബ്സർവ് സിവിയർ ടർബുലൻസും മോഡറേറ്റ് ടർബുലൻസും ലൈറ്റ് ടർബുലൻസും ഈക്വൽ പ്രോബിലിറ്റി. ഓക്കെ, അപ്പൊ 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് സിവിയർ വരാം, മോഡറേറ്റ് വരാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ടർബുലൻസ് വരാം. ഓക്കെ, ഫർദർ ദ ചാൻസ് ഓഫ് എയറോപ്ലെയിൻ റീച്ചിങ് ലേറ്റ് ഡ്യൂ ടു ഡെസ്റ്റിനേഷൻ ആർ, അതായത് ലേറ്റ് ആവാനുള്ള, ഇപ്പൊ സിവിയർ ആണെങ്കിൽ ലേറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറയാൻ 55% ആണ്. പിന്നെന്താ, മോഡറേറ്റ് ആണെങ്കിൽ ലേറ്റ് ആവാനുള്ള ചാൻസ് 37% ആണ്. പിന്നെ ടർബുലൻസ് ആണെങ്കിൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 17% ആണ്. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ നമ്മൾ ഓൺ ദ ബേസിസ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ആൻ എയറോപ്ലെയിൻ റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ലേറ്റ്. അപ്പൊ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ നമ്മുടെ ബേസ് ഇയർത്തിലെ റെഡ് ബോൾസ് എന്ന് പറഞ്ഞില്ലേ, ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? ടോട്ടൽ 3 കണ്ടീഷൻസ് ഉള്ളു. ഒന്ന് സിവിയർ, മോഡറേറ്റ്, ലൈറ്റ്. അപ്പൊ സിവിയർ, മോഡറേറ്റ്, ലൈറ്റ് 3 കണ്ടീഷൻസ്. അതിൽ ഓരോന്നും ആവാനുള്ള പ്രോബിലിറ്റി എന്താവും? 1/3 ആവും. പിന്നെ ടർബുലൻസ്, അതായത് മോഡറേറ്റ് സിവിയർ മൂലം ലേറ്റ് ആവാനുള്ളത് 0.55, മോഡറേറ്റ് മൂലം ലേറ്റ് ആവാനുള്ളത് 0.37, പിന്നെ മറ്റേത് മൂലം ലേറ്റ് ആണ് 0. അപ്പൊ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി തിയറം നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ സിവിയറിന്റെ ചാൻസ് ഇതിനകത്തുണ്ട്, മോഡറേറ്റിന്റെ ഉണ്ട്, ലൈറ്റിന്റെ ഉണ്ട്. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി പി ഓഫ് ലേറ്റ് ബൈ സിവിയർ ഇൻറ്റു പി ഓഫ് സിവിയർ, പി ഓഫ് ലേറ്റ് ബൈ മോഡറേറ്റ് ഇൻറ്റു പി ഓഫ് മോഡറേറ്റ്, പി ഓഫ് ലേറ്റ് ബൈ ലൈറ്റ് ഇൻറ്റു ലൈറ്റ്. അപ്പൊ എന്താ? 0.55 ഇൻറ്റു 1/3. 1/3 സിവിയർ മോഡറേറ്റ് ആവാനുള്ള 1/3, മോഡറേറ്റ് ലേറ്റ് ആവാനുള്ള 0.37. ഡയറക്ട്ലി ഉണ്ട്. അതാണ് പി ഓഫ് ലേറ്റ്. എന്താ എളുപ്പമാ? If the aeroplane reached its destination late, find the probability that it was due to moderate turbulence. Moderate turbulence ആണ്. അപ്പൊ ലേറ്റ് ആണ് ബൈ മോഡറേറ്റ്, അല്ല മോഡറേറ്റ് ആണ് ഡിവൈഡഡ് ബൈ ലേറ്റ്. ഗിവൻ ദാറ്റ് ലേറ്റ് ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡറേറ്റ് ടർബുലൻസ് ആ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവര് ലേറ്റിന് അവര് ലേറ്റ് എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പി ഓഫ് മോഡറേറ്റ് ബൈ ലേറ്റ്, അതാണ്. അപ്പൊ പി ഓഫ് മോഡറേറ്റ് ബൈ ലേറ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ലേറ്റ് ബൈ മോഡറേറ്റ് ഇൻറ്റു പി ഓഫ് മോഡറേറ്റ് ഡിവൈഡഡ് ബൈ പി ഓഫ് ലേറ്റ് അല്ലേ, ടോട്ടൽ ഓഫ് ലേറ്റ് അല്ലേ. പി ഓഫ് ലേറ്റ് ബൈ മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡറേറ്റില് ലേറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ക്വസ്റ്റിന്റെ അത് തന്നിട്ടുണ്ട്. എന്താണ്? 37% ആണ് മോഡറേറ്റ് ആവുകയും മോഡറേറ്റിൽ ലേറ്റ് ആവാനുള്ള ചാൻസ്. അപ്പൊ 0.37 ഇൻറ്റു മോഡറേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി 1/3. അപ്പൊ 1/3 ഇൻറ്റു 0.37 ഡിവൈഡ് ബൈ 0.3633. പിന്നെ പി ഓഫ് മോഡറേറ്റ് ബൈ ലേറ്റ് എന്ന് പറയുന്നത് 0.1233 ഡിവൈഡ് ബൈ 0.3633. അങ്ങനെ പി ഓഫ് മോഡറേറ്റ് ബൈ ലേറ്റ് എന്ന് പറയുമ്പോൾ 0.3394 എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇയും എഫും എന്ന് പറഞ്ഞ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. സച്ച് ദാറ്റ് പി ഓഫ് ഇ ബാർ ഈക്വൽ ടു 0.6, പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ 0.6 ആണ്. അതും 0.6 തന്നെ. പി ഓഫ് എഫ് കണ്ടുപിടിക്കണം. പി ഓഫ് ഇ കോംപ്ലിമെന്റ് യൂണിയൻ ഇ ഓഫ് യൂണിയൻ എഫ് ഓഫ് കോംപ്ലിമെന്റ്. അപ്പം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയും. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ കൊടുത്തിട്ടുണ്ടോ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇല്ല. പി ഓഫ് ഇ യൂണിയൻ എഫ് ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ പി ഓഫ് ഇ യൂണിയൻ എഫ് തന്നെ ആദ്യം തന്നെ എടുക്കാം. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പം പി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു 0.6. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും വരുന്നത്? പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് അല്ലേ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ശരിക്കും എന്താ? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 0.6 ഈക്വൽ ടു 0.4, പി ഓഫ് എഫ് അറിയത്തില്ല, മൈനസ് 0.4 ഇൻറ്റു പി ഓഫ് എഫ്. അങ്ങനെ നമുക്ക് പി ഓഫ് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ, എല്ലാവരും 12th സ്റ്റാൻഡേർഡ് അല്ലേ, എളുപ്പമായിരിക്കും ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഇനി നമുക്ക് പി ഓഫ് എഫ് ഡാഷ് കണ്ടുപിടിക്കണം. എന്തിനാ പി ഓഫ് എഫ് ഡാഷ് കണ്ടുപിടിക്കണം? എന്നാലേ നമുക്ക് പി ഓഫ് ഇ കോംപ്ലിമെന്റ് യൂണിയൻ പി ഓഫ് എഫ് കോംപ്ലിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പി ഓഫ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. പി ഓഫ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/3, അതായത് 2/3 എന്ന് വരും. ഇനി പി ഓഫ് ഇ ഡാഷ് യൂണിയൻ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇ കോംപ്ലിമെന്റ്
യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഡിമോർഗൻസ് ലോ വെച്ച്, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഡിമോർഗൻസ് ലോ കേട്ടോ. ഈ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റ്, അത് നമ്മൾ ലാസ്റ്റ് 11th പഠിച്ചതാ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പി ഓഫ് ഇ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് എന്നാണ് പറയുന്നത്. 1 - P of E intersection F. 1 - P of E intersection F എന്താ? P of E into P of F അല്ലേ? ഈ ഇന്റർസെക്ഷൻ P of E into P of F, ദാറ്റ് മീൻസ് 0.4 into 1/3, അതായത് 2/15 ആണ് അതിന്റെ ആൻസർ. അപ്പൊ 1 - 2/15 ചെയ്യുമ്പോൾ 13/15. എളുപ്പമല്ലേ? ഇതിൽ ആദ്യം എന്താ ചെയ്യുന്നത്? ഇതിൽ ആദ്യം നമ്മൾ പി ഓഫ് ഇ യൂണിയൻ എഫിന്റെ ഡെഫിനേഷൻ എഴുതും. അതായത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് പി ഒ മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. എന്നിട്ട് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് അല്ലേ, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട്. എന്നിട്ട് ആ രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എഫിന്റെ വാല്യൂ അതിൽ പി ഓഫ് എഫ് ആയിട്ട് തന്നെ കൊടുക്കും. പി ഓഫ് എഫിന്റെ വാല്യൂ ഇതിൽ നിന്ന് കിട്ടും. ഇനി പി ഓഫ് എഫിന്റെ വാല്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ച് ഈ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പി ഓഫ് ഇ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് ഇസിക്വൽ ടു 1 - P of E intersection F. അത് 1 - P of E intersection F എന്താ? P of E into P of F അല്ലേ? അത് നമ്മൾ ചെയ്യുമ്പോൾ പി ഓഫ് ഇയുടെ വാല്യൂ അറിയാം, പി ഓഫ് എഫിന്റെ വാല്യൂ അറിയാം. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഇൻസ്ട്രക്ടറിന് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു, കൺസിസ്റ്റ് ഓഫ് 300 ഈസി ട്രൂ ഓഫ് ഫോൾസോ ക്വസ്റ്റ്യൻസ്, 200 ഡിഫിക്കൽട്ട് ട്രൂ ഓഫ് ഫോൾസോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി 500 easy multiple choice, 400 difficult multiple choice. Question is selected at random from the question bank. What is the probability that it will be an easy question given that multiple choice question ആണ് ഉള്ളത്? അതായത് ഈസി ക്വസ്റ്റ്യൻ ആണ് given that by the multiple choice in easy question. P of E given M. E given M എന്ന്. E എന്ന് പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻ, M എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഒരു ബോക്സ് പോലെ വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമായി. കാരണം ട്രൂ ഓഫ് ഫോൾസ് ഈസി 300 ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് അപ്പൊ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ശരിക്കും 800 ആ ഉള്ളത്, ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ 600 ആ ഉള്ളത്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1400 വരും. നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എം കണ്ടുപിടിക്കണം. ഈ ഇന്റർസെക്ഷൻ എം എന്ന് പറഞ്ഞാൽ എന്താ? ഈസി ആണ്, മൾട്ടിപ്പിൾ ചോയ്സിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എത്രയാ? 500 ഡിവൈഡഡ് ബൈ 500 ആണ് മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം 500 ഡിവൈഡഡ് ബൈ 500 പ്ലസ് 400 എത്രയാ? ഇത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് വൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഈസി ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വെച്ചാൽ 500 ബൈ 1400 എന്ന് വരും. 1400 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ടോട്ടൽ ആയിട്ടുള്ള പ്രോബിലിറ്റി ആണ് എന്താ? 1400. അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വെച്ചാൽ 500 ഡിവൈഡഡ് ബൈ 1400 എന്നല്ലേ വരുന്നത്. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ആൻഡ് ഈസി ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈസിയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ആണെങ്കിൽ 500 എന്ന് വരും. അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യനിൽ എത്രയാണ് വരുന്നത്? 500 ബൈ 1400 വരും. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് വൺ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ടോട്ടൽ എത്രയാ ഉള്ളത് നോക്കുക? 900 ബൈ 1400 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതായത് ഈസി ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഈസിയും മൾട്ടിപ്പിൾ ചോയ്സും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആകെ 500 ആണ്. 500ൽ 500 ബൈ ടോട്ടൽ അല്ലേ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ പി ഓഫ് ഇ ഗിവൺ എഫ് ആണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതായത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ സെലക്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ പഠിക്കുക. ഈ ചാപ്റ്ററിൽ നമുക്ക് 8 മാർക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ അവർ MCQ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെ ചിലപ്പോൾ 3 മാർക്ക്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഈ ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 3 മാർക്കോ സംതിങ് ആണ്. 3 മാർക്കും 4 മാർക്കും 7 മാർക്ക് 8 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. അപ്പം പ്രോബിലിറ്റിയിൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.